Hello everyone. 2024 ഹെയർ സ്റ്റൈൽ ആണ് ഇന്ന് നമ്മുടെ സബ്ജക്ട്. 10 ടോപ്പ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് 2024 സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന 10 ടോപ്പ് ഹെയർ സ്റ്റൈൽ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോണ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെബലിയസ് സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ എന്നാണ് ഇതിനെ പറയുന്നത്. മോഹോക്ക് എന്നാണ് ഈ ഹെയർ സ്റ്റൈലിന് നമ്മൾ പറയുന്നത്. ഈ ഹെയർ സ്റ്റൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യങ് ഏജിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത്. ഈ പറഞ്ഞ മാതിരി നമ്മുടെ രണ്ട് സൈഡിലും മുടി നല്ല രീതിയിൽ ക്ലിപ്പറിൽ ഒരു 1 ഒരു 0 എന്നുള്ള ലെവലിൽ ക്ലിപ്പറിൽ എടുക്കുക, ഫ്രണ്ടിൽ മുടി വളർത്തുക. ഇതാണ് മോഹോക്ക് എന്ന് പറഞ്ഞ ഹെയർ സ്റ്റൈൽ. ശരിക്കും ഒരു യങ്ങർ ഏജിലുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ സൂട്ടബിൾ. ഒരു റെബലിയസ് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ മോഹോക്ക് യങ്ങർ ടീനേജ് ഗണത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് മോഹോക്ക്. നമ്പർ 2 ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫ്രിഞ്ച് ആണ്. ഫ്രിഞ്ച് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഫ്രണ്ടിൽ കുറച്ച് മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈലാണ് ഷോർട്ട് ഫ്രിഞ്ച്. അതായത് ഷോർട്ടർ സ്റ്റൈലാണ് നിങ്ങളുടെ ഒരു ഹെയർ സ്റ്റൈൽ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഫ്രിഞ്ച് ഹെയർ സ്റ്റൈൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഫ്രിഞ്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫ്രിഞ്ച് ഹെയർ സ്റ്റൈൽ നമുക്കൊരു സ്പൈക്ക് ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ്. സോ നമ്പർ 2 ഈസ് ഫ്രിഞ്ച്. നമ്പർ 3 ഹെയർ സ്റ്റൈൽ ഞാൻ പറയുന്നത് അണ്ടർകട്ടാണ്. അണ്ടർകട്ട് എന്ന് പറഞ്ഞ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് മിഡ് ഫെയ്ഡ് ആയാലും ശരി, ഫുൾ ഫെയ്ഡ് ആയാലും ശരി, നല്ല രീതിയിൽ തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് 2024 ഉണ്ട്. അണ്ടർകട്ട് ഹെയർ കട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റൈൽ തന്നെ ഹെയർ കട്ടാണ്. വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ കൂടിയാണ് അണ്ടർകട്ട്. നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ക്രോപ്പാണ്. നമ്മുടെ ഫ്രിഞ്ച് ഹെയർ സ്റ്റൈൽ പോലെ തന്നെ ഉള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഫ്രണ്ടിൽ ഒരു മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്റ്റൈലാണ്. സൈഡിൽ നമ്മൾ പറ്റെടുക്കാം. അത് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഫെയ്ഡ് ചെയ്യാവുന്നതാണ്. സൈഡ് ഫെയ്ഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബട്ട് എങ്ങനെ നിങ്ങൾ സൈഡ് ഫെയ്ഡ് ചെയ്താലും ഫ്രണ്ടിൽ ഒരു ഫ്രിഞ്ച് സ്റ്റൈലായിരിക്കണം നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതാണ് ഫ്രഞ്ച് ക്രോപ്പ്. 5th ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് മണി ഈസ്തെറ്റിക്സ്. ഓൾഡ് മണി ഈസ്തെറ്റിക്സ് സ്റ്റൈലുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കോംബ് ഓവർ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. കോംബ് ഓവർ ഹെയർ സ്റ്റൈലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോംബ് എടുത്തിട്ട് ചീപ്പ് വെച്ചിട്ട് മുടി ഈരി വെക്കണ ഒരു സ്റ്റൈലാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മാന്യമായ രീതിയിൽ ഈരി വെക്കണം. നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മൾ ഇപ്പോൾ അലക്ഷ്യമായിട്ട് ഹെയർ ഇടാണ്ട് ഈരി വെക്കുന്ന ഒരു സ്റ്റൈൽ. ഇത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഏത് സ്റ്റൈല് മുടി കട്ട് ചെയ്തിട്ടാണെങ്കിൽ ശരി ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ബട്ട് ഓൺലി തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു കോംബ് യുവർ ഹെയർ. ദാറ്റ്സ് ഇറ്റ്. 6th കൊണ്ട് പറഞ്ഞാൽ ഷോർട്ട് സ്പൈക്ക് ഹെയർ സ്റ്റൈലാണ്. സ്പൈക്ക് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാൾ മുമ്പ് ഒരു 1990s യൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. 2024 സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു 1990s വരുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സ്പൈക്ക് ഹെയർ നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ മുടി സ്പൈക്ക് ചെയ്യുക, ഈ പറഞ്ഞ സൈഡും ബാക്കും ഷോർട്ടൺ ചെയ്തിട്ട് മുടി സ്പൈക്ക് അപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നാൽ പണ്ട് നമ്മൾ 90s ചെയ്ത പോലെ ഭയങ്കര സ്പൈക്ക് ആക്കാണ്ട് ഒരു ഷോർട്ട് സ്റ്റൈൽ ഓഫ് സ്പൈക്ക് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്പർ 6 ഷോർട്ട് സ്പൈക്ക്. നമ്പർ 7 എന്ന് പറഞ്ഞാൽ മുല്ലറ്റ് ഹെയർ സ്റ്റൈലിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി 2023 കണ്ടിട്ടുള്ളതാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഷോർട്ട് മുല്ലറ്റ് ആണ്. അതായത് നമ്മുടെ സൈഡിൽ മാത്രം രണ്ട് സൈഡിലും മാത്രം മുടി നമ്മൾ ക്ലിപ്പറിൽ ക്രോപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹെയർ സ്റ്റൈല്. ബാക്കിൽ മുടി വളർത്താം, അതേപോലെ ഫ്രണ്ടിലും മുടി വളർത്താവുന്നതാണ്. മുല്ലറ്റ് ഹെയർ സ്റ്റൈൽ ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്റ്റൈൽ തന്നെയാണ്. ബട്ട് എല്ലാവർക്കും ഈ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല. ബട്ട് ഇഫ് യു ക്യാൻ ക്യാരി ദിസ് വൺ, ഡെഫിനറ്റ്ലി മുല്ലറ്റ് ഈസ് ദെയർ. നമ്പർ 8 ഹൈ ഫെയ്ഡ് ആണ്. ഹൈ ഫെയ്ഡ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഈ പറഞ്ഞ മാതിരി രണ്ട് സൈഡും ക്ലിപ്പറിൽ പറ്റെടുക്കുക. സ്റ്റാർട്ടിങ് 0ൽ നിന്ന് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഒരു നല്ല രീതിയിൽ ഫെയ്ഡായി വന്ന രീതിയിൽ ഒരു ഹെയർ സ്റ്റൈലാണ് ഹൈ ഫെയ്ഡ് ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് മുടിയാകാം. ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് കോംബ് ഓവർ സ്റ്റൈലും ഹൈ ഫെയ്ഡ് ചെയ്തിട്ട് ചെയ്യാം. സോ ഹൈ ഫെയ്ഡ് ഓൾസോ യു ക്യാൻ ട്രൈ. നമ്പർ 9 മിഡ് ഫെയ്ഡ് പോംപഡോർ ആണ്. ഇതും ശരിക്കും പറഞ്ഞാൽ അണ്ടർകട്ട് ചെയ്തിട്ട്, അതായത് ഒരു മിഡ് ഫെയ്ഡ് നമ്മുടെ ഈ ഒരു ഭാഗം ഒരു മിഡ് ഫെയ്ഡ് ചെയ്തതിന് ശേഷം പോംപഡോർ വെക്കുക എന്നുള്ളതാണ്. പോംപഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഉരുട്ടി വെക്കണം. ഏതാണ്ട് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ ചെറിയൊരു പോംപഡോർ ഹെയർ സ്റ്റൈലാണ്. എനിക്ക് ഒരുപാട് ഇപ്പം ഞാൻ ഷോർട്ടൺ ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ടാണ്. അതായത് സൈഡ് രണ്ടും ഒരു മിഡ് ഫെയ്ഡ് ആക്കിയതിന് ശേഷം പോംപഡോർ കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലാസിക് ഹെയർ സ്റ്റൈലാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൾഡ് മണി ഈസ്തെറ്റിക്സിൽ എന്നുള്ള ഗണത്തിൽപ്പെടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് ഡെഫിനറ്റ്ലി നമുക്ക് 2024 ട്രൈ ചെയ്യാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. പോംപഡോർ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഒരു ക്ലാസ് തന്നെ ഒരു സാധനമാണ്. അവിടെ പീക്കി ബൈൻഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു സീരീസിലൊക്കെ വെച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈലാണ്. യു ക്യാൻ ട്രൈ ദിസ് വൺ.
ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഫൈനൽ വേർഡിക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ആയിക്കോട്ടെ 2023 ആയിക്കോട്ടെ ഹെയർ സ്റ്റൈലൊക്കെ ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. ഓൺലി തിങ് എന്ന് പറഞ്ഞാൽ ദ വേ യു സ്റ്റൈൽ. അതായത് പണ്ടക്കെട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യുഫ് ഹെയർ സ്റ്റൈൽ ആണ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അണ്ടർകട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഫ്രഞ്ച് ക്രോപ്പാണ്, അതെ ഒരു ഫ്രഞ്ച് ആണെന്നെങ്കിലും നിങ്ങൾക്ക് ശരിക്കും പറയാം അണ്ടർകട്ട് ചെയ്താൽ ഈസി ആയിട്ട് ഏത് സ്റ്റൈൽ വേണമെങ്കിൽ ചെയ്യാം. കോംബോ സ്റ്റൈൽ ആണെങ്കിൽ പോലും അണ്ടർകട്ട് ചെയ്താൽ മതി. സോ അണ്ടർകട്ട് ഈസ് ദ കിങ്. സോ അണ്ടർകട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദ ക്ലിയർ വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർകട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ 2024 ഫൈനൽ വേർഡിക്റ്റിൽ എനിക്ക് പറയാനുള്ള അണ്ടർകട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു വാട്ട് എവർ യുവർ സ്റ്റൈൽ. സോ അണ്ടർകട്ട് ചെയ്താൽ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലോട്ട് പോകാം. നിങ്ങളൊരു നീറ്റ് ലുക്കാണ് ഉദ്ദേശിക്കുന്നത്, അതല്ല നിങ്ങളൊരു പങ്കി ഒരു സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്, മോവാക്ക് ചെയ്യാം, മ്യൂലറ്റ് ചെയ്യാം. മ്യൂലറ്റ് ആൻഡ് മോവാക്ക് ആൻഡ് അണ്ടർകട്ട് മൂന്നെണ്ണമാണ് നമുക്ക് 2024 ഏറ്റവും കൂടുതൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ കട്ട്സ്. സോ ഇനിയും ഫാഷനും സ്റ്റൈലുള്ള പുതിയ വീഡിയോ ഞാൻ വരുന്നതാണ്. ശരി. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never